നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാൻസലറായ ഗവർണർ നിലപാട് കടുപ്പിക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം നിലപാടുകളിൽ വരുത്തുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഇതാ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലർമാർ ആ സ്ഥാനത്ത് തുടരാൻ അർഹരല്ല എന്ന നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ചാൻസലറായ ഗവർണർ എന്ന വിവരമാണ് പുറത്തുവരുന്നത്. UGC അറിയിപ്പ് രേഖാമൂലം കിട്ടിയ ശേഷം പുറത്താക്കൽ നടപടിയിലേക്ക് കടക്കും എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ആഴ്ച തന്നെ നടപടികൾ പൂർത്തിയാക്കാനാണ് സാധ്യത കൂടുതൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല VC മുബാറക് പാഷയുടെ രാജി അംഗീകരിക്കില്ലെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. അയോഗ്യനായ ആൾക്ക് രാജിവെക്കാൻ കഴിയില്ല എന്നാണ് നൽകിയിരിക്കുന്ന വിശദീകരണം. ഹിയറിംഗിന് എത്താത്തതിനാൽ ഒന്നും ബോധിപ്പിക്കാനില്ല എന്ന് കണക്കാക്കുമെന്നും രാജ്ഭവൻ അറിയിച്ചു. മുബാറക് പാഷയുടെ മുൻകൂട്ടിയുള്ള രാജി നടപടി ഗവർണറുടെ ഹിയറിംഗിന് എത്താതെയായിരുന്നു. നിയമനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയ 4 വൈസ് ചാൻസലർമാരെ പുറത്താക്കുന്നതിൽ ഗവർണർ മാർച്ച് 6-നകം തീരുമാനമെടുക്കുമെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. പക്ഷേ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകാനാണ് സാധ്യത വളരെ കൂടുതൽ. UGC ചട്ടം ലംഘിച്ചുള്ള നിയമനത്തിൻ്റെ പേരിൽ കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ MJ ജയരാജ്, സംസ്കൃതം സർവകലാശാല VC ഡോക്ടർ MV നാരായണൻ, ഓപ്പൺ യൂണിവേഴ്സിറ്റി VC PM മുബാറക് പാഷ, ഡിജിറ്റൽ സർവകലാശാല ഡോക്ടർ സജീവ് ഗോപിനാഥ് എന്നിവരെയാകും പുറത്താക്കുന്നത്. തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച സമയപരിധി കഴിയുന്നത് മാർച്ച് 6-നാണ്. കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ സർവകലാശാല VCമാർക്കും ആവശ്യമായ യോഗ്യതയില്ലെന്ന് ഹിയറിംഗിൽ UGC പ്രതിനിധികൾ കണ്ടെത്തി. എന്നാൽ തങ്ങളെ തിരഞ്ഞെടുത്ത നടപടിക്രമം ശരിയെന്നും സർവകലാശാല ചട്ടപ്രകാരമാണെന്നുമാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. ഈ വാദം സാധൂകരിക്കപ്പെടുന്നതാണോ എന്ന കാര്യത്തിൽ ഗവർണർ നിയമോപദേശം തേടി. വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർക്ക് പൂർണ്ണ അധികാരം നൽകുന്ന UGCയുടെ നിയമ ഭേദഗതി 2 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തുവരുമെന്നും സൂചന കിട്ടുന്നുണ്ട്. ചട്ടവിരുദ്ധമായ നിയമനങ്ങളും നിബന്ധനകളും ഇതോടെ ചാൻസലറായ ഗവർണർക്ക് ഒഴിവാക്കാനാകും. VC നിയമനത്തിൽ സർക്കാരിന് പങ്ക് നഷ്ടമാകുകയും ഗവർണർ തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യും. കമ്മിറ്റി നൽകുന്ന 3 മുതൽ 5 വരെയുള്ള പേരുകളിൽ നിന്ന് ഗവർണർക്ക് VCയെ നിയമിക്കാൻ സാധിക്കും. അതിനിടെ മന്ത്രി R ബിന്ദു കേരള സർവകലാശാല യോഗത്തിൽ പങ്കെടുത്ത് യോഗം നിയന്ത്രിച്ചതിനെപ്പറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നൽകിയ റിപ്പോർട്ട് ഗവർണർ മടക്കിയയച്ച് വീണ്ടും നിലപാട് വ്യക്തമാക്കിയതാണ്. റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെന്നും അവ ദൂരീകരിക്കണമെന്നായിരുന്നു രാജ്ഭവൻ ആവശ്യപ്പെട്ടത്. സർവകലാശാല നിയമപ്രകാരം സെനറ്റ്, സിൻഡിക്കേറ്റ് അടക്കം സമിതികളുടെ എല്ലാം അധ്യക്ഷൻ VC ആണെന്നിരിക്കെ മന്ത്രി എങ്ങനെ അധ്യക്ഷയായി എന്നതടക്കം വിശദീകരിക്കണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.